OET റീഡിംഗ് പാർട്ട് സിയിൽ കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ റീഡിംഗ് പാർട്ട് സിയിൽ നിന്ന് ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കിയതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം വായിച്ചു നോക്കാം. What does the writer identify as a main factor contributing to drug-related issues? So ക്വസ്റ്റ്യൻ വായിക്കുക. നമുക്ക് എന്താ വേണ്ടത് ഇവിടെ? റൈറ്റർ ഐഡൻറ്റിഫൈ ചെയ്ത മെയിൻ ഫാക്ടറാണ്. ഓക്കെ, ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് നമുക്കിവിടെ വേണ്ടത്. ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം: ദ അൺഅവൈലബിലിറ്റി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്, ദ അഡിക്റ്റീവ് നേച്ചർ ഓഫ് സം ഡ്രഗ്സ്, ദ ഈസി ആക്സസ് ടു പ്രിസ്ക്രിപ്ഷൻ പെയിൻ കില്ലേഴ്സ്, ദ ഇൻഎബിലിറ്റി ടു സ്റ്റോപ്പ് ടേക്കിംഗ് അഡിക്റ്റീവ് ഡ്രഗ്സ്. ഓക്കെ, പാരഗ്രാഫിൽ നോക്കാം. Prescription drug misuse and overdoses are problems that are very much driven by drug availability. And when the availability of other medicines in Australia and intentionally has been restricted, we have seen the benefits, namely reductions in misuse and poisoning. This has happened with the opioid painkillers, tramadol, hydrocodone, and the benzodiazepine alprazolam. Our study shows a good example of how effective simple strategies can be in tackling opioid misuse. Codeine is just one small piece of the puzzle, and we would like to see further investment and a systematic strategy to address causes of the rise in fatal poisonings from prescription drugs in the past decade. So നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടേഴ്സ് ആണ് അല്ലേ. നൗ ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, ദ അൺഅവൈലബിലിറ്റി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്. നമ്മൾ പാരഗ്രാഫിൽ നോക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അവൈലബിലിറ്റി എന്നൊരു വാക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് തന്നെ ഡ്രഗ് അവൈലബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, അഗെയിൻ ഇവിടെയും അവൈലബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം വേർഡിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ഓപ്ഷൻ എ കറക്റ്റായിട്ട് തോന്നിയേക്കാം. ഓക്കെ, ദ അൺഅവൈലബിലിറ്റി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് നമുക്ക് നോക്കാം. Prescription drug misuse and overdoses are problems that are very much driven by drug availability. Okay, now what is driven by എന്ന് നോക്കാം. ഓക്കെ, ഡ്രിവൺ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കൊളോക്കേഷൻ. ഓക്കെ, ഡ്രിവൺ ബൈ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ആൻ ആക്ഷൻ ഓർ ഡിസിഷൻ ഇസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ഓർ മോട്ടിവേറ്റഡ് ബൈ എ പെർട്ടിക്കുലർ റീസൺ ഓർ ഫാക്ടർ. ഒരു പെർട്ടിക്കുലർ കാര്യം പറയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ വേറൊരു കാര്യം മോട്ടിവേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇതുണ്ടായത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഡ്രിവൺ ബൈ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് മിസ്യൂസ് ആൻഡ് ഓവർഡോസസ് ആർ പ്രോബ്ലംസ്. അപ്പം ഡ്രഗ് മിസ്യൂസും ഓവർഡോസും പ്രോബ്ലംസ് ആണ്. ദാറ്റ് ആർ വെരി മച്ച് ഡ്രിവൺ ബൈ ഡ്രഗ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഡ്രഗ് അവൈലബിലിറ്റി കൊണ്ടാണ് ഈ മിസ്യൂസും ഓവർഡോസും ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഡ്രിവൺ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ നമ്മൾ കാണിക്കുമ്പോഴാണ് ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ ഡ്രഗ് അവൈലബിലിറ്റി ആണ് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഈ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് മിസ്യൂസും ഓവർഡോസസും പ്രോബ്ലംസ് ആണ്. അതുണ്ടാവുന്നത് ഡ്രഗ് അവൈലബിലിറ്റി കൊണ്ടാണ്. ഓക്കെ, and when the availability of other medicines in Australia and internationally has been restricted. So ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ഉള്ള അവൈലബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ, വിച്ച് മീൻസ് എന്താണ്? ഈ ഡ്രഗ്സ് അവൈലബിൾ അല്ലാതാകുമ്പോൾ. ഓക്കെ, സോ വെൻ അവൈലബിലിറ്റി ഈസ് റെസ്ട്രിക്റ്റഡ്, ഓക്കെ, അവൈലബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ എന്ന് വെച്ചാൽ അവൈലബിൾ അല്ലാതാകുമ്പോൾ. സോ ദ അൺഅവൈലബിലിറ്റി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ്, ഇവിടെയാണ് നമ്മുടെ ഓപ്ഷൻ എ പറയുന്നത്. ഓക്കെ, വി ഹാവ് സീൻ ദ ബെനഫിറ്റ്സ്, നെയിംലി റിഡക്ഷൻ ഇൻ മിസ്യൂസ് ആൻഡ് പോയിസണിങ്. സോ മിസ്യൂസും പോയിസണിങ്ങും കുറയാണ് ചെയ്തത്, ബെനിഫിറ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. സോ അഗെയിൻ ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ, അവൈലബിലിറ്റി റെസ്ട്രിക്റ്റ് ആകുമ്പോൾ, വിച്ച് മീൻസ് അൺഅവൈലബിൾ ആകുമ്പോൾ, ഓക്കെ, ഡ്രഗ്സ് ഇല്ലാതെ വരുമ്പോൾ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് മിസ്യൂസും പോയിസണിങ്ങും ഒക്കെ കുറയാണ് ചെയ്യുന്നത്. നൗ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ ഫാക്ടറാണ്. ഇവിടെ അൺഅവൈലബിലിറ്റി കൊണ്ട് ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. സോ എ ഓപ്ഷൻ ഇവിടെ വരില്ല. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതിനുവേണ്ടി പാരഗ്രാഫ് നന്നായിട്ട് വായിക്കാനായിട്ട് പഠിക്കണം കേട്ടോ. നൗ അഡിക്റ്റീവ് നേച്ചർ ഓഫ് സം ഡ്രഗ്സ്, ദ അഡിക്റ്റീവ് നേച്ചർ ഓഫ് സം ഡ്രഗ്സ്, മിസ്യൂസ് എന്നൊക്കെ പറയുന്നുണ്ട്, ഓവർഡോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അഡിക്റ്റീവ് നേച്ചറിനെ കുറിച്ച് പറയുന്നില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു നേച്ചറാണ്. അപ്പം അതിനെക്കുറിച്ച് പാരഗ്രാഫിൽ എവിടെയും പറയുന്നില്ല. ആൻഡ് ഓൾസോ അവസാനത്തെ ഓപ്ഷൻ, ദ ഇൻഎബിലിറ്റി ടു സ്റ്റോപ്പ് ടേക്കിംഗ് അഡിക്റ്റീവ് ഡ്രഗ്സ്. അഡിക്റ്റീവ് ഡ്രഗ്സ് എടുക്കുന്നത്
സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ വരിക, അത്രയും പറ്റാതെ വരുന്നു എന്നോ അഡിക്റ്റീവ് നേച്ചർ എന്നോ പാരഗ്രാഫിൽ എവിടെയും കൊടുത്തിട്ടില്ല. അപ്പം മിസ്യൂസ് ഇസ് ഡിഫറെൻറ്റ്, ഓവർ ഡോസും ഡിഫറെൻ്റ് ആണ്. ഓവർ ഡോസ് എന്ന് വെച്ചാൽ കൂടുതൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡിക്റ്റീവ് നേച്ചർ എന്ന് പറയാൻ തക്കവണ്ണം പാരഗ്രാഫിലൊന്നും പറയുന്നില്ല. നൗ ദ ഈസി ആക്സസ് ടു പ്രിസ്ക്രിപ്ഷൻ പെയിൻ കില്ലർ. ഓക്കെ, നൗ ആക്സസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൈലബിലിറ്റി ആണ്. ഓക്കെ, സോ ഈസിലി ആയിട്ട് ഈ ഡ്രഗ് അവൈലബിൾ ആണെങ്കിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് എവിടെ പറയുന്നുണ്ട്? ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട്. ബാക്കി ഒന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. നോക്കിയേ, പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് മിസ്യൂസ് ആൻഡ് ഓവർ ഡോസസ് ആർ പ്രോബ്ലംസ്. സോ ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് എന്തൊക്കെ? മിസ്യൂസും ഓവർ ഡോസും. ഓക്കെ, ആർ പ്രോബ്ലംസ് ദാറ്റ് ആർ വെരി മച്ച് മെയിൻ ഫാക്ടർ, വെരി മച്ച് ഡ്രിവൺ ബൈ ഡ്രഗ് അവൈലബിലിറ്റി. ഓക്കെ, അവൈലബിലിറ്റി എന്തിൻ്റെ സിനോണിമാണ്? ആക്സസിബിലിറ്റി. ഓക്കെ, അവൈലബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ പ്രിസ്ക്രിപ്ഷൻ പെയിൻ കില്ലേഴ്സിൻ്റെ അവൈലബിലിറ്റി കൊണ്ട് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ. അതുകൊണ്ട് സി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, നൗ ഓപ്ഷൻ എ ആൻഡ് സി ആണ് നമുക്ക് കൺഫ്യൂസിങ് ആവുന്നത്. അത് പാരഗ്രാഫ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പാരഗ്രാഫ് വായിക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടെങ്കിലും ആൻഡ് ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലും നമുക്കത് നന്നായിട്ട് എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാരണം പെയിൻ കില്ലർ അവൈലബിൾ ആകുമ്പോഴാണ് ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ആൻഡ് അവൈലബിലിറ്റി ഈസ് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത് അൺഅവൈലബിലിറ്റീനെയാണ് സൂചിപ്പിക്കുന്നതെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമുക്കത് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ അവൈലബിലിറ്റി എന്നൊരു വാക്കിൽ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോയില്ല. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.